ക്രിസ്തുവില് പ്രിയരെ, ഇന്ന് നാം നോമ്പുകാലം 3-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യ വായന മരുഭൂമിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഇസ്രായേൽ ജനത പരാതിപ്പെടുകയാണ്. ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ നൈൽ നദിയിലെ വെള്ളം അവർക്ക് യഥേഷ്ടം കുടിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജീവൻ നൽകുന്ന വെള്ളത്തിൽ നിന്നും തങ്ങളെ ഈ വരണ്ട ഭൂമിയിലേക്ക് നയിച്ചതിന് അവർ മോശയെയും ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ല, മറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ദൈവം പാറയിൽ നിന്ന് വെള്ളമൊഴുകി കൊടുക്കുന്നത്. അർഹതയില്ലാതിരുന്നിട്ടും ദൈവം അവർക്ക് ആ ദാനം നൽകുന്നു. ദൈവത്തെ പരീക്ഷിക്കരുതെന്നും മരുഭൂമിയിലെ ജനങ്ങളെപ്പോലെ അവിശ്വാസം കാണിക്കരുതെന്നും സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളത് നൽകും. അപ്പോൾ നമുക്ക് കർത്താവിന് സന്തോഷത്തോടെ സ്തുതിഗീതികൾ ആലപിക്കാൻ കഴിയും. 2-ാം വായനയിൽ റോമാർക്കൊക്കെ എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യേശുവിലൂടെ ദൈവത്തിൻ്റെ ദാനമായാണ് വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ നീതിമാന്മാരായിരിക്കുമ്പോഴല്ല, മറിച്ച് പാപികളും ദൈവത്തിൻ്റെ ശത്രുക്കളുമായിരിക്കുമ്പോഴാണ് യേശു നമുക്ക് ഈ വിശ്വാസം നൽകുന്നത്. നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ദാനം പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് യേശു തൻ്റെ ജീവൻ ബലിയായി നൽകിയത്. സുവിശേഷത്തിൽ സമരിയാക്കാരിയായ സ്ത്രീയുമായുള്ള യേശുവിൻ്റെ കൂടിക്കാഴ്ച ജലത്തെയും വിശ്വാസത്തെയും കുറിച്ചാണ് പറയുന്നത്. യേശു അവളിലേക്ക് അടുക്കുന്നു. ആ സംഭാഷണം അവളുടെയും മറ്റനേകം ആളുകളുടെയും വിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. യേശു അവളോട് സംസാരിച്ചത് അവളെ അത്ഭുതപ്പെടുത്തി. കാരണം അവൾ ഒരു സമരിയാക്കാരിയായിരുന്നു. അവൾ ഒരു സ്ത്രീ ആയിരുന്നു. സ്വന്തം ജനങ്ങൾക്കിടയിൽ പോലും അവൾ ഒറ്റപ്പെട്ടവളായിരുന്നു. അവളുടെ ജീവിത രീതി കാരണം മറ്റ് സ്ത്രീകൾക്കൊപ്പം വെള്ളം കോരാൻ അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. മറ്റുള്ളവർ അതിരാവിലെ വരുമ്പോൾ അവൾക്ക് കഠിനമായ വെയിലുള്ള ഉച്ച സമയത്ത് തനിയെ വരേണ്ടി വന്നു. എന്നിട്ടും തന്നെ വിശ്വസിക്കാനും ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും യേശു ക്ഷണിക്കുന്നത് അവളെയാണ്. യേശു അവളോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു. തുടർന്ന് താൻ നൽകുന്ന ജീവജലം സ്വീകരിക്കാൻ അവളെ ക്ഷണിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ യേശുവിൻ്റെ ആദ്യത്തെ അടയാളം മുതൽ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്ന കഥ വരെയുള്ള വിവരണങ്ങളുടെ ഒരു ചട്ടക്കൂട്ടിലാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യേശുവും നിക്കോദേമോസും തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായിരുന്ന വെള്ളവും ആത്മാവും എന്നീ 2 പ്രമേയങ്ങൾ സമരിയാക്കാരിയുമായുള്ള ഈ സംഭാഷണത്തിലും വീണ്ടും ഉയർന്നു വരുന്നു. യാക്കോബിന്റെ കിണറിനേക്കാൾ ആഴമില്ലാത്ത മറ്റേത് ഉറവയെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നതെന്ന് അവൾ ആദ്യം കരുതി. എന്നും വെള്ളം കോരാൻ തനിയെ വരേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ അവൾ ആ വെള്ളം ആഗ്രഹിച്ചു. എന്നാൽ യേശു സംസാരിക്കുന്നത് ആത്മീയ ജീവൻ നൽകുന്ന ജലത്തെക്കുറിച്ചാണ്. എന്താണ് ജീവജലം കൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ ദാനമായി യേശു വാഗ്ദാനം ചെയ്യുന്ന ഈ ജീവജലം എന്താണ്? പ്രഥമമായി യേശു കൊണ്ടുവരുന്ന ദിവ്യ വെളിപാടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ദാഹിക്കുന്നവർക്ക് പോഷണവും അറിവും നൽകുന്ന ദൈവജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ജലം. റബ്ബാനിക് പാരമ്പര്യത്തിൽ ജലം എന്നത് നിയമത്തിൻ്റെ പ്രതീകവുമാണ്. സുവിശേഷകനായ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യേശു എന്നത് ദൈവത്തിൻ്റെ മാംസം ധരിച്ച ജ്ഞാനമാണ്. അവൻ പിതാവിൽ നിന്ന് പഠിച്ചതെല്ലാം വെളിപ്പെടുത്താനും ആശയവിനിമയം നടത്താനുമാണ് വന്നിരിക്കുന്നത്. ഈ കഥയിൽ അവൻ തൻ്റെ ദൗത്യം ആ സ്ത്രീക്കും
നാട്ടുകാർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിനോടൊപ്പം അവളുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ചും അവൻ അവൾക്ക് വെളിപ്പെടുത്തി നൽകുന്നു. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ജീവജലം എന്നത് പരിശുദ്ധാത്മാവിനെ കൂടി സൂചിപ്പിക്കുന്നു എന്നാണ്. നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ പുതുപിറവിക്കായി വെള്ളത്തെയും ആത്മാവിനെയും യേശു ബന്ധിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് ജീവൻ നൽകുന്നത്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പലപ്പോഴും ദൈവത്തിൻ്റെ ദാനമായാണ് വിശേഷിപ്പിക്കുന്നത്. മാമോദിസായിലൂടെ സഭയിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ വായന വലിയൊരു സന്ദേശം നൽകുന്നു. വിശ്വാസം എന്നത് ദൈവം മുൻകൈ എടുത്ത് നൽകുന്ന ഒരു ദാനമാണ്. അത് സ്വീകരിക്കാനോ നിരസിക്കാനോ നമുക്ക് സ്വതന്ത്രമായ മനസ്സാക്ഷിയുണ്ട്. വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ അവസ്ഥകളെ തുറന്നു കാട്ടിയേക്കാം. ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ഒളിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചേക്കാം. എന്നാൽ ദൈവം നമ്മളെക്കാൾ നന്നായി അറിയുന്നു. ആത്മീയതയിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഈ ജീവജലം അനുഭവിച്ചറിഞ്ഞാൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കും. സത്യവിശ്വാസം നമുക്ക് മാത്രമായി ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ല. ഈ ആത്മീയ ദാഹം മാറ്റാൻ മറ്റുള്ളവരെയും ക്ഷണിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശുവിനെ ഒരു പ്രവാചകനായും പിന്നീട് മിശിഹായായും അവൾ തിരിച്ചറിയുന്നു. തൻ്റെ പഴയ കാലത്തെ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് അവൾ വിശ്വാസത്തിൻ്റെ പുതിയ ഉറവയിൽ നിന്ന് പാനം ചെയ്യുന്നു. അവൾ ഒരു വിശ്വാസ പ്രഘോഷികയായി മാറുന്നു. ആരാണ് യേശു? സുവിശേഷത്തിലുടനീളം ഉയർന്ന പ്രധാന ചോദ്യം യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. ആരാണ് ഈ മനുഷ്യൻ? ഇവൻ എവിടെ നിന്ന് വരുന്നു? ആ സ്ത്രീ യേശുവിനെ ഒരു റബ്ബിയായും യാക്കോബിനേക്കാൾ വലിയവനായും പ്രവാചകനായും ഒരുപക്ഷെ മിശിഹായായും കാണുന്നു. ഒടുവിൽ അവരുടെ നാട്ടുകാർ അവനെ ലോകരക്ഷകൻ എന്ന് ഏറ്റുപറയുന്നു. ഈ വിവരണം നമ്മോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എനിക്ക് ആരാണ് യേശു? എനിക്ക് അവനെ എത്രത്തോളം ആഴത്തിൽ അറിയാം? അവനുമായുള്ള എൻ്റെ ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് വളരുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനകൾക്കും പഠനങ്ങൾക്കും അപ്പുറം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി അവനെ ഞാൻ ശരിക്കും സ്വീകരിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.